ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പരിശുദ്ധ പിതാവേ, ഈ രാത്രി അങ്ങയുടെ പാദപീഠത്തിലേക്ക് വീണ്ടും അടിയങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ തിരുവചനത്തിൽ നിങ്ങളോട് അരുളി ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചും അങ്ങേക്ക് വ്യക്തമായ പദ്ധതികളും പ്ലാനുകളും ഉള്ളതിനാൽ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് നടത്തുന്ന ജീവിത അനുഭവങ്ങളിലൂടെ അവിടുന്ന് പണിതെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടുന്ന് മടക്കി അയക്കണം. ഈ തിരുവചനം ഭാവിയിൽ ആർക്കെങ്കിലും കേൾക്കുവാനിടയാകുന്നുവെങ്കിൽ അവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലാട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് രാത്രി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്കൊന്നിച്ച് ധ്യാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത്, കഴിഞ്ഞ ഗോസ്പൽ മീറ്റിംഗിൽ സാറ്റർഡേയിൽ നമ്മൾ പഠിച്ചത്, എന്തുകൊണ്ടാണ് ഭൂമിയിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. വൈ ദർ ആർ സഫറിങ്സ് ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ എന്തുകൊണ്ട് കഷ്ടതകൾ ഉണ്ടാകുന്നു, കഷ്ടതകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ത്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ വളരെ ആധികാരികമായ ഒരു വിഷയമാണത്. സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവത്തെ അറിയാമോ അറിയില്ലയോ എന്ന് തിരിച്ചറിയുവാൻ ഒരു മാർഗമുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തെ അറിയുക, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ. നമുക്ക് ഒരാളെ കുറിച്ച് പലതും അറിയാൻ പറ്റും, നമ്മുടെ കേട്ട അറിവുകൾ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ അറിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു സമ്പർക്കത്തിൽ നമുക്കുണ്ടാവണം, ആ വ്യക്തിയുമായിട്ടൊരു ദൈനംദിന ഇടപെടലുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ആ വ്യക്തിയോട് കൂടി താമസിക്കണം, ആ വ്യക്തിയുടെ ജീവിതത്തെ തൊട്ടറിയണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ വ്യക്തിയെ അറിയാവൂ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഐ നോ എബൌട്ട് ഹിം, അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നതല്ല, ദൈവത്തെ അറിയുക, അതാ ഒരു വലിയ വിഷയം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയാമോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ് എന്താണെന്നറിയാമോ? ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എന്താ. അത് യു നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെദർ യു നോ അബൌട്ട് ഗോഡ് ഓർ യു നോ ഗോഡ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡിസയർ ഇൻ യുവർ ഹാർട്ട്. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരിക്കും? നമുക്കറിയാം, ഈ ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർ പറയുന്നുണ്ട് അവർക്ക് ദൈവത്തെ അറിയാമെന്ന്. ദൈവജനമെന്ന് പറയുന്ന പലരും പറയുന്നുണ്ട് അവർക്ക് ദൈവത്തെ അറിയാമെന്ന്. എന്നാൽ നമ്മൾ ഈ കേട്ടതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവാണോ അവർക്കുള്ളത്, അതോ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഉടലെടുത്ത ഒരു അറിവാണോ അവർക്കുള്ളത്? അതറിയുവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ മാർഗം, അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളിലേക്ക് നോക്കിയാൽ മതി. അവരെന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടി അവരുടെ പ്രയത്നങ്ങളെ ഉപയോഗിക്കുന്നു, എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ മൊത്തം ജീവിത സത്തയിലേക്ക് നോക്കുമ്പോൾ എന്താണ് അവരുടെ മുമ്പിൽ പ്രതിബിംബിച്ചു നിൽക്കുന്നത്, അതാണ് അവർക്ക് ദൈവത്തെ അറിയാമോ അറിയില്ലയോ എന്നുള്ളതിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെലവഴിക്കുന്നത്, ഉറക്കത്തിലും ഊണിലും ഞാൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അത് വിളിച്ചറിയിക്കും ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലയോ എന്ന്. അല്ലെങ്കിൽ ഈ ഭൗമിക ജീവിതത്തിന് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്, അതോ ഈ ലോക ജീവിതം കഴിഞ്ഞ ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്, അതിനുവേണ്ടിയാണോ ഞാൻ കാക്ഷിക്കുന്നതെന്ന് അതെനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത് ഇതാണ്, ഈ കഷ്ടതകളുടെ കാരണം എന്താ, എന്തുകൊണ്ടാണെന്നറിയാം ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. ഞാൻ അതിലേക്ക് വരാം.
എന്താണ് വിഷയത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അനേക ദൈവമക്കളെന്ന് പറയുന്നവരും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നവരും ദൈവത്തിങ്കിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? കഷ്ടതകളില്ലാത്ത ഒരു ജീവിതത്തിന്, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന്, വേദനയില്ലാത്ത ഒരു ജീവിതത്തിന്, ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന്, രോഗങ്ങളില്ലാത്ത ഒരു ജീവിതത്തിന്, ഒരു ദീർഘായുസ്സിന്, മറ്റു ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഇങ്ങനെ ഒരു ജീവിതം അവർക്ക് വേണം. അതിന് അവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ജീവിതം ദൈവം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരാ കിട്ടുന്ന ദിവസം പറയും ദൈവമുണ്ടെന്ന്. അത് കഴിഞ്ഞ് അവർ ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപമംഗലമായ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിന്റെ അവസ്ഥ നമുക്കറിയാം. മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ അറിയാം, നമ്മുടെ ജീവിത രീതികൾ അറിയാം. അവിടെ നമ്മുടെ ജീവിതത്തിനുള്ളിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ സ്വർഗം സ്ഥാപിതമാകാൻ പറ്റുമോ? ഈ ലോകത്തെ സ്വർഗമാക്കാൻ പറ്റുമോ? പാപം നിറഞ്ഞ, അതിക്രമം നിറഞ്ഞ, അധർമ്മങ്ങൾ നിറഞ്ഞ, ക്രൂരതകൾ നിറഞ്ഞ, ദുഷ്ടചിന്തകൾ നിറഞ്ഞ, മനുഷ്യനെ തകർക്കുന്നതായ അനുഭവങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ സ്വർഗം സ്ഥാപിതമാകാൻ പറ്റുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. ലോകത്തിലെ മനുഷ്യർക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവരന്വേഷിക്കുന്നത് ഇതാണ്. ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതമാണോ ഈ ദൈവം തരുന്നത്? പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതമാണോ ഈ ദൈവം തരുന്നത്? രോഗങ്ങളില്ലാത്ത ജീവിതമാണോ ദൈവം തരുന്നത്? അതുകൊണ്ടാണ് പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവരുടെ മുമ്പിൽ അതിക്രമങ്ങൾ കാണുമ്പോൾ, അവരുടെ മുമ്പിൽ ചിലർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, ചിലർ രോഗികളായി കാണുമ്പോൾ, ചിലരുടെ പെട്ടെന്നുള്ള വേർപാട് സംഭവിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ദൈവമുണ്ടോ? ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ്, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലല്ലോ. അതാണ് ഈ സബ്ജക്റ്റിന്റെ, ഈ വിഷയത്തിന്റെ പ്രാധാന്യം. എന്തുകൊണ്ട് കഷ്ടതകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി അതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, രണ്ട് തരത്തിലുള്ള കഷ്ടതകളുണ്ട്. രണ്ട് തരത്തിലുള്ള കഷ്ടതകളുണ്ട്. അതിൽ ഒരു കഷ്ടതകളെക്കുറിച്ച്, ഒരു തരത്തിലുള്ള കഷ്ടതയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. എന്തെന്ന് ചോദിച്ചാൽ, കോൺസിക്വൻഷ്യൽ സഫറിങ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പരിണിത ഫലമായ കഷ്ടത. ഏതിന്റെ പരിണിത ഫലമായ കഷ്ടത? പാപത്തിന്റെ പരിണിത ഫലമായ കഷ്ടത. ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് കഷ്ടത എങ്ങനെ കടന്നു വന്നു, അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള, അല്ലെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ ഉറവിടത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കുവാനായിട്ട് മനസ്സിലായത്. ഈ ലോകത്തിൽ കഷ്ടത കടന്നു വരുന്നതിന് മുമ്പ് പാപമില്ലായിരുന്നു. പാപത്തോടു കൂടിയാണ് കഷ്ടത കടന്നു വന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ നിന്ന് തുടങ്ങിയതിനെക്കുറിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വരുന്ന പാപത്തിൽ നിന്ന് ഉളവാകുന്ന കഷ്ടതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പാപത്തിലൂടെയോ ലോകമോഹങ്ങളിലൂടെയോ ദൈവത്തിൻ്റെ പ്രമാണം നാം ലംഘിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ നമ്മെ അച്ചടക്കം മൂലം, നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത്, നമ്മളെ കറക്റ്റ് ചെയ്ത് തൻ്റെ വഴികളിലേക്കും മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം പലപ്പോഴും ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും ഇന്ന് രാത്രി കടന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതെല്ലാം നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അപ്പോൾ ഒന്നാമത്തേത് കോൺസിക്വൻഷ്യൽ സഫറിങ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പരിണിത ഫലമായ കഷ്ടതകൾ. അത് ആദമിലൂടെ വന്ന പാപമായിക്കൊള്ളട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ പാപമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദൈവം ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, പ്രമാണങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, തൻ്റെ ഉപദേശത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മളെ മടക്കി അതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ചില സന്ദർഭങ്ങളിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകളായിക്കൊള്ളട്ടെ, അതൊക്കെയും കോൺസിക്വൻഷ്യൽ സിൻസ്, പാപവുമായി ബന്ധപ്പെട്ട കഷ്ടതയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് റൈച്വസ് സഫറിങ് എന്ന് പറഞ്ഞാൽ നീതിയിലൂടെ, അല്ലെങ്കിൽ നാം നീതിപൂർവമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടത. അതാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നമുക്ക് തിരിച്ചറിയത്തില്ലെങ്കിൽ ദൈവം ഈ ഓരോ വിഷയങ്ങളിലും എങ്ങനെയാണ് ഡീല് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത്, ദൈവം എവിടെയെന്ന്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന്, ദൈവത്തിന് ഇതിനകത്തൊന്നും വലിയ ഇൻവോൾവ്മെന്റ് ഇല്ലേ എന്ന് കഴിഞ്ഞ ആഴ്ച ചോദിച്ച ചില ചോദ്യങ്ങളെ പോലെ.
അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ആധികാരികമായി പഠിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ ചില ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്, ദൈവവചനപ്രകാരം ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയുവാനായിട്ട് പറ്റും ഇതിനകത്ത് ദൈവത്തിൻ്റെ സ്ഥാനം എവിടെയാണ്, ദൈവം ഇതിൽ എവിടെയാണ് നിൽക്കുന്നത്, ദൈവത്തിന് ഇതിനുള്ള പദ്ധതികൾ എങ്ങനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഇത്ര ആധികാരികമായി പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ഈ റൈച്ചസ് സഫറിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ അതിൻ്റെ അർത്ഥം? ഇതിനകത്ത് പാപവുമായിട്ടൊരു ബന്ധമില്ല, ഇതൊരു ശിക്ഷയല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതൊരു അച്ചടക്കത്തിന്റെ നടപടിയല്ല, അല്ലെങ്കിൽ ഇതൊരാള് ഒരു ബുദ്ധി ഒരു ദൈവത്തിൽ നിന്ന് അകന്നുപോയത് കൊണ്ട് ആ വ്യക്തിയിലേക്ക് വരുന്ന കഷ്ടതയല്ല. ഇതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നവർക്കുള്ള കഷ്ടതയാണ് റൈച്ചസ് സഫറിങ്. റൈച്ചസ് എന്ന് പറഞ്ഞാൽ നീതിമാന്മാർ അല്ലെങ്കിൽ നീതിമതികൾ, നീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ കഷ്ടതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റൈച്ചസ് സഫേഴ്സ് ടു സ്റ്റാൻഡ് ഫോർ ഗോഡ്സ് ഗ്ലോറി. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകം ഏതാണെന്നറിയാമോ? ആദ്യമായി എഴുതപ്പെട്ട പുസ്തകം ഏതാണെന്നറിയാമോ? നമ്മളെല്ലാവരും പെട്ടെന്ന് പറയും ഉൽപ്പത്തി പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകമല്ല. ഉൽപ്പത്തി പുസ്തകം എഴുതി ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ എഴുതി, ആ 5 ഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെ പഴയ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മോശ ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ഏതാണ്ട് മോശയ്ക്ക് 650-700 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അപ്പൊ ഇയ്യോബ് ജീവിച്ചിരുന്നത് മോശ ജീവിച്ചിരിക്കുന്നതിന് ഏതാണ്ട് 600-700 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇയ്യോബ് എഴുതിയ പുസ്തകം, അല്ലെങ്കിൽ ഇയ്യോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇയ്യോബിന്റെ പുസ്തകം ഈ തിരുവെഴുത്തുകളുടെ ഭാഗമായി തീർന്നു എങ്കിൽ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കൂട്ടിവരുത്തിയതിന്റെ പ്രക്രിയയാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള മനുഷ്യൻ ദൈവത്തിലൂടെ തൻ്റെ വചനം അറിയുവാൻ തക്കവണ്ണം ദൈവം ഈ വചന അല്ലെങ്കിൽ ഈ സമാഹാരം, ഈ പുസ്തക സമാഹാരം നമുക്ക് തന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇയ്യോബിന്റെ പുസ്തകം ദൈവമാക്കിയെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ ലോകത്തിലുള്ള മനുഷ്യർ ആദ്യം വായിക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. അല്ലെങ്കിൽ ദൈവം ഈ ലോകത്തോട് സംസാരിക്കുവാൻ, ദൈവം ഈ ഭൂമിയിലുള്ള മനുഷ്യരോട് പാപത്തിൽ വീണുപോയ, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ, ദൈവത്തിന് ശത്രുവായി തീർന്ന മനുഷ്യനോട് ദൈവം ആദ്യം സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ എഴുതിയ വാക്കുകളാണ് ഇയ്യോബിന്റെ പുസ്തകം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്. അങ്ങനാണെങ്കിൽ ആ പുസ്തകത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ദൈവം ആദ്യമായിട്ട് സംസാരിക്കുക പ്രവാചകന്മാരിലൂടെയല്ല, താൻ എടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോശയെ പോലോ അല്ലെങ്കിൽ മറ്റൊരാളെ പോലുള്ള ഒരു നടത്തിപ്പുകാരനിലൂടെ, ഒരു നേതാവിലൂടെ എഴുതിയ പുസ്തകമല്ല. ഇത് ദൈവം തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. ഇതാണ് ആദ്യ സഫറിങ്ങിനെ കുറിച്ച്, നീതിമാന്മാർ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ചും അതിലൂടെയുള്ള ദൈവപ്രവൃത്തികളെ കുറിച്ചും നാം മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. ഞാൻ അയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പോയിട്ട് ചില വിഷയങ്ങളൊന്ന് കാണിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നവർ കഷ്ടത അനുഭവിക്കുമോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ കഷ്ടത അനുഭവിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അതൊന്ന് ചിന്തിക്കാനായിട്ട് പോവുക. ഇയ്യോബിന്റെ പുസ്തകം ഒന്ന് എടുത്തേ. ഇയ്യോബിനെ പോലെ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഇത്രമാത്രം കഷ്ടതയിലൂടെ കടന്നുപോയ, വേദനയിലൂടെ കടന്നുപോയ, ഭാരങ്ങളിലൂടെ കടന്നുപോയ, എല്ലാവരാലും തള്ളപ്പെട്ടു പോയ മനുഷ്യൻ. ദൈവത്തിന്റെ വചനം പറയുന്നു അവനെ പോലെ നീതിമാനായ ഒരു മനുഷ്യൻ ആരുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു അവനെ പോലെ നിഷ്കളങ്കനായ മനുഷ്യനില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു അവനെ പോലെ ദൈവഭക്തനായ ഒരു മനുഷ്യനില്ല. ആ ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ലോകത്തിൽ പാപത്തെയും ദോഷത്തെയും വിട്ടകലുന്ന അവനെ പോലെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെന്ന്. എന്നാൽ ഈ മനുഷ്യൻ കടന്നുപോയ കഷ്ടതയുടെ ആഴമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ എത്ര ഭയങ്കരമായിരുന്നു എന്ന് ഞാൻ ചില വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഒരു മനുഷ്യനല്ല ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്, പിന്നെ ദൈവമാണോ ഇയ്യോബിനെ കുറിച്ച് സംസാരിക്കുന്നത്? ദൈവമാണ് ഇത് പറഞ്ഞതെന്നുള്ളൊരു തെളിവെന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ ഇത് എഴുതി ചേർത്തിരിക്കുന്നു. That shows that the Holy Spirit is certifying these words.
എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. See, this is what God spoke about Job. ഇയ്യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്യം ഇതാണ്: He was perfect and upright and one that feared God and eschewed evil or escaped evil or avoided evil. ഇവിടെ നോക്കിക്കേ, ദൈവം പറഞ്ഞിരിക്കുക നിഷ്കളങ്കനായ മനുഷ്യനാണ് ഇവരെന്ന്. അവനൊരു കുറ്റവുമില്ലെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? താഴേക്ക് വായിച്ചു വന്നാൽ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. അവനെപ്പോലെ മഹാനായ ആ ദേശത്ത് ആരുമില്ലായിരുന്നു എന്നാണ് ഇവിടെ വചനം പറയുന്നത്. അവൻ്റെ ഭൗമിക മഹത്വത്തിൻ്റെ മധ്യത്തിൽ, സമ്പത്തിൻ്റെ മധ്യത്തിൽ, അവൻ്റെ ധന്യതയുടെ മധ്യത്തിൽ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ആ പ്രൗഢിയുടെ മധ്യത്തിലും അവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചു എന്നാണ് ഇവിടെ വചനം വായിക്കുന്നത്. താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം അവൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടത കടന്നു വരുവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി. നമുക്കറിയാമല്ലോ, പിശാചൻ ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ച് 10-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട് 1-10. അവിടെ 1-10 1-9 മുതൽ താഴെ, അല്ലെങ്കിൽ 8 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെയും സാത്താൻ്റെയും തമ്മിലുള്ള സംസാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ നിന്നൊരു വലിയ സത്യം നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ദൈവവചനത്തിലൂടെ പഠിക്കുമ്പോൾ അതിനകത്ത് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ദൈവത്തിൻ്റെ ചില തത്വങ്ങളുണ്ട്, ദൈവത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ്, മൂല്യങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. നീതിമാനായ, നിഷ്കളങ്കനായ, ദൈവഭക്തനായ, ദോഷം വിട്ടകലുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും ജീവിച്ചാൽ നമുക്കൊരു പ്രിക്വസിറ്റ് ഉണ്ട്, നമുക്കൊരു ബെനിഫിറ്റ് ദൈവത്തിൽ നിന്നുണ്ട്, നമ്മൾക്കൊരു പ്രിവിലേജ് ദൈവത്തിൽ നിന്നുണ്ട്, ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. അതാണ് 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ശ്രദ്ധിച്ചേ, ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് ദൈവം. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് ദൈവം. അവനുള്ള സകലത്തിനും ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പെന്താണെന്നറിയാമോ? ദൈവം അന്ന് ഇയ്യോബിന് വേണ്ടി അത് ചെയ്തു എങ്കിൽ ദൈവസന്നിധിയിൽ നാം നീതിയോടെ ജീവിച്ചാൽ, ദൈവസന്നിധിയിൽ നാം ഭക്തിയോടെ ജീവിച്ചാൽ, ദൈവസന്നിധിയിൽ നാം ദോഷം വിട്ടകർന്ന് ജീവിച്ചാൽ, ദൈവിക പ്രമാണങ്ങൾക്ക് നാം കീഴ്പ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ചുറ്റും സ്വർഗം ഒരു വേലി കെട്ടും. നമ്മുടെ ഭവനത്തിന് ചുറ്റും സ്വർഗം ഒരു വേലി കെട്ടും. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന സകലത്തിന് ചുറ്റും, അത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ഭൗതിക സ്വത്തുക്കളായിക്കൊള്ളട്ടെ, ആത്മീക നന്മകളായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, നമുക്കെല്ലാവർക്കും ചുറ്റും ദൈവം ഒരു വലിയ വേലി കെട്ടും. ആ വേലി ദൈവം പൊളിക്കാതെ പിശാചിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. ആ വലിയ സത്യം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണമേ, നമ്മൾ ഈ പേടിക്കുന്നതിനോട് പിശാച് ഓടി വന്ന് നമ്മളെ ആക്രമിക്കുമെന്നോ, അല്ലെങ്കിൽ പിശാച് നമ്മളെ തകർത്ത് കളയുമെന്നോ, ജോലി സ്ഥലത്തുള്ള അവിടുന്ന് പ്രതികൂലങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ നമ്മൾ ഇല്ലാതായി പോകുമെന്നോ, ഇന്നെൻ്റെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ നാളെ എന്ത് പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇന്നിവിടെ ഒരു ഭൂകമ്പം ഉണ്ടായാൽ എൻ്റെ അവസ്ഥ എന്താകുമെന്നോ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. കാരണം നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, നീ ഒരു ദൈവഭക്തയാണെങ്കിൽ, നീ ദൈവത്തെ ഭയപ്പെട്ട് നിഷ്കളങ്കതയോടെ ദോഷം വിട്ടകന്നുകൊണ്ട് അവിടുത്തെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവവചനം പറയുന്നു, സ്വർഗത്തിന്റെ വേലി നിന്റെ ചുറ്റുമുണ്ട്. He has made a hedge around you, a fence around you. ദൈവം അത് പൊളിക്കാതെ, ദൈവം അനുവദിക്കാതെ ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതാ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വേലി കെട്ടി സൂക്ഷിച്ചിരുന്ന ഇയ്യോബിനാണ് ഈ കഷ്ടത ഉണ്ടായത്. ചിന്തിക്കണമേ, അത് പിശാച് ദൈവത്തോട് ചലഞ്ച് ചെയ്ത്. എന്തുകൊണ്ടറിയാമോ? ഇവൻ നിന്നെ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ഇത്രയൊക്കെ അവന് കൊടുത്തത് കൊണ്ടാണ്. അവിടെ എഴുതിയിരിക്കുന്നു, തൃക്കൈ നീട്ടി 11-ാമത്തെ വാക്യത്തിൽ പിശാച് ദൈവത്തോട് പറയുകയാണ്, നീ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങയുടെ കരം നീട്ടി ദൈവത്തോട് പിശാച് പറയുകയാണ്, അവിടുത്തെ കരം നീട്ടി അവന് കൊടുത്തിരിക്കുന്ന നന്മയെ നീ ഒന്ന് തൊട്ടേ, അവന് കൊടുത്ത ജോലി ഒന്ന് വേണ്ടാന്ന് വെപ്പിച്ചേ, അവനുള്ള സമ്പത്തിനെ ഒന്ന് തൊട്ടേ, നീ അവന്റെ ആരോഗ്യത്തെ ഒന്ന് തൊട്ടേ. ആ സമയത്ത് അവൻ തിരിച്ചു ചോദിക്കും, ദൈവം എവിടെയെന്ന്. ഇങ്ങനൊരു ദൈവം ഉണ്ടോ എന്ന് അവൻ ചോദിക്കും. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എല്ലാം നിന്റെ കൈ ഞാൻ ഏൽപ്പിക്കുക, അവനുള്ളതല്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അവനോട് ചെയ്തോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ പ്രാണനെ നീ തുടരുത്. ചിന്തിക്കണമേ സഹോദരങ്ങളെ, ഇത് വല്ലതും ഇയ്യോബ് പറയുന്നുണ്ടോ?
ഇതൊന്നും ഇയ്യോബ് പറയുന്നില്ല. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദി ഇൻവിസിബിൾ വേൾഡ്. അദൃശ്യമായ ലോകത്താണ് ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇയ്യോബ് ഇതൊന്നും അറിയുന്നില്ല. Job was wondering when he was going through the afflictions and sufferings, he was wondering all through the pages we see, why this is happening to me. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എനിക്കും നിനക്കും ചുറ്റും ഒരു ഇൻവിസിബിൾ വേൾഡ് ഉണ്ട്, ഒരു അദൃശ്യ ലോകമുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഓർക്കണമേ, ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണത്. ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണത്. നമ്മൾ താഴേക്കൊന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, പിശാച് ഏറ്റു. അപ്പോൾ കർത്താവ് വേലി പൊളിച്ചു കൊടുത്തു. ദൈവം കൊടുത്തിരുന്ന ഹെഡ്ജ് ഉണ്ടല്ലോ, ദൈവം കെട്ടിയിരുന്ന വേലിയുടെ ഒരു ഭാഗം ദൈവം തുറന്നു കൊടുത്തിട്ട് പിശാചിനോട് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിൽ ചെയ്തു, പക്ഷെ അവൻ്റെ പ്രാണന് ഡോണ്ട് ടച്ച് ഹിസ് ലൈഫ്. യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഐ ആം ഗിവിങ് യു പെർമിഷൻ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഈ 1-ാം അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് സമയമില്ല ഓരോ വാക്യങ്ങൾ പോയി കാണിക്കാൻ. അവിടെ നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ടു യോബിന്. അവൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവൻ്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, അവൻ്റെ ഭൗതിക സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം അവന് പ്രതികൂലമായി തീർന്നു. എല്ലാം തകർന്ന് തരിപ്പണമായി. 1-ാം അധ്യായത്തിൻ്റെ അവസാനം അവൻ എഴുതിയിരിക്കുകയാണ്, ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇതെല്ലാം അവന് സഹിച്ചു. അതായത് ഒന്നുമില്ലാത്തവനായിട്ട് അവൻ തീർന്നു. അവനുള്ളത് മൊത്തം നഷ്ടപ്പെട്ടു. എന്നിട്ടും അവിടെ ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, അവൻ ദൈവത്തോട് മറുതലിച്ചില്ല, ദൈവത്തിന് കീഴ്പ്പെട്ടു. നിങ്ങളിങ്ങ് താഴോട്ടൊന്ന് വായിച്ചു വന്നേ. ഇപ്പൊ അവനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു. ഇനി അവന്റെ ആരോഗ്യത്തിലേക്കാണ് പിശാച് തൊട്ടത്. കാരണം അവനെയാണ് തൊടാൻ പോകുന്നത്. അവന് ചുറ്റുമുള്ളതെല്ലാം തൊട്ടു, ഇനി അവനെയാണ് തൊടാൻ പോകുന്നത്. അവിടെയാണ് ഭീകരമായ സംഭവങ്ങൾ നമ്മൾ കാണുവാനായിട്ട് തോന്നുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ മാറി. അവനെ മാരകമായ രോഗം പിടിച്ചു. അവന്റെ ദേഹത്തെല്ലാം പഴുപ്പുണ്ടായി, സോഴ്സ് വന്നു. അത് മാത്രമല്ല, അവൻ അസ്ഥി കൂടമായിട്ട് അവന് സ്കെൽറ്റനായിട്ട് മാറി. അവന്റെ ഫ്ലഷ് എല്ലാം പോയി. അവന്റെ സ്കിൻ അവന്റെ ബോണിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. അവന്റെ ആ സ്കിന്നുണ്ടല്ലോ, അത് അവന്റെ അസ്ഥിയിലേക്ക് ചേർന്ന് നിന്നു. അവൻ എല്ലാം തോലുമായി മാറി. എന്നിട്ട് എന്താ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവന്റെ ഭാര്യ അവനോട് പറയുന്ന വാക്കുണ്ട്. 2:9 എഴുതിയിരിക്കുന്നു, അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കള, നീ പോയി മരിക്കേ. നമുക്കറിയാം, ഭാര്യയോ ഇയ്യോബോ ഈ ലോകത്തിലുള്ളവർക്ക് ആർക്കും അറിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന്. ചിന്തിക്കണമേ, ഈ കഷ്ടതകൾ ഒന്നിനൊന്ന് പറയുക ഒന്നായി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, അവന്റെ രൂപം പോലും മാറിയപ്പോൾ, അവന്റെ അവസ്ഥകളെല്ലാം മാറിയപ്പോൾ, അവൻ ആ നാശത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അവന്റെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ, വിരൂപനായി തീർന്നപ്പോൾ ഭാര്യ പറയുകയാണ്, എന്തിനി നീ ഭക്തിയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് curse God, go and die, go and commit suicide. ആരാ ഇത് പറഞ്ഞത്? കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടവൾ, കൈകൊടുത്ത് ബലപ്പെടുത്തേണ്ടവൾ. ലോകമെല്ലാം പ്രതികൂലമായി തീർന്നപ്പോൾ, കൂട്ടുകാരെല്ലാം പ്രതികൂലമായി തീർന്നപ്പോൾ, തന്റെ ശരീരത്തോട് ചേർത്ത് വെച്ച താനുമായി ഒന്നായിരിക്കുന്ന ഭാര്യയാ പറയുന്നത്, നീ പോയി ചാവരുതോ എന്ന് പറഞ്ഞാൽ നീ എനിക്കും ഒരു ഭാരമായി തീർന്നുവെന്ന്. അനേകരുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ സ്വന്തം ഭാര്യയ്ക്ക് ഭാരമായി തീർന്ന ഭർത്താവ്, സ്വന്തം ഭർത്താവിന് ഭാരമായി തീർന്ന ഭാര്യ. ഇത് മുമ്പേ പറഞ്ഞതുപോലെ പാപം മൂലം വന്നതല്ല, നീതിമാനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ശ്രദ്ധിക്കണമേ. ഇനി ഞാൻ നിങ്ങളെ ദൈവവചനത്തിൻ്റെ വേറൊരു ഭാഗം കാണിക്കുമ്പോൾ ഈ മനുഷ്യൻ കടന്നുപോയ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാനത് അവിടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുക. ആ പോയിന്റ്, ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 19 വേഴ്സ് 13 ഓൺവേർഡ്സ്. 19-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. ആരായി അവർ? അതറിയണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് പുറകിലത്തെ വാക്യം വായിച്ചാൽ മതി. അതെന്തോന്നറിയാമോ? അവൻ്റെ ദൈവത്തിൻ്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു, അവർ എൻ്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു, എൻ്റെ കൂടാരത്തിൽ ചുറ്റും പാളയം ഇറങ്ങുന്നു. ഇത് ദൈവത്തിൻ്റെതാണെന്നുള്ളതിന് മുകളിലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹിസ് ട്രൂപ്സ് കം ടുഗദർ ആൻഡ് റൈസ് അപ്പ് their way against me and encamp around about my tabernacle. എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ടങ്ങൾ എനിക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ അനർത്ഥങ്ങൾ എനിക്കെതിരെ വരുന്നു, അവൻ്റെ കഷ്ടതകൾ എനിക്കെതിരെ വരുന്നു, അവൻ്റെ സമ്മർദ്ദങ്ങൾ എനിക്കെതിരെ വരുന്നു, അവൻ്റെ പ്രതികൂലങ്ങൾ എനിക്കെതിരെ വരുന്നു. കാരണം ദൈവം എന്നെ കൈവിട്ട് എനിക്കെതിരെ എല്ലാത്തിനെയും തുറന്നു വിട്ടിരിക്കുന്നു എന്നാണ് ഇയ്യോബ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണമേ,
എന്നിട്ടാണ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ എന്ന് പറഞ്ഞാൽ ഈ അനർത്ഥങ്ങൾ, ഈ കഷ്ടതകൾ, ഈ ദോഷങ്ങൾ, ഇത് എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിയിരിക്കുന്നു, എൻ്റെ പരിചയക്കാർക്ക് ഞാൻ അന്യനായി തീർന്നു. ആ വാക്യങ്ങൾ ഓരോന്നും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. മൈ ചിൽഡ്രൻ, യു ക്യാൻ റീഡ് യുവർ ഇംഗ്ലീഷ് ബൈബിൾ ത്രൂ ദാറ്റ്. നോക്കിക്കേ, എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു, എൻ്റെ ബന്ധുജനം എന്നെ ഒഴിഞ്ഞു മാറി, എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു, ഞാൻ അവർക്ക് പരദേശിയാകുന്നു. നോക്കിക്കേ, ധനവാനായ യജമാനനായിരുന്ന ഒരു മനുഷ്യൻ, ഉന്നത പ്രഭുവായിരുന്ന ഒരു മനുഷ്യൻ, സകല അധികാരവും അവന്റെ വായിന്മേൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരാളോട് ഇവിടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓടി ഇവിടെ വരും. അവന്റെ വാക്കുകൾക്ക് ചെവിയോർത്തിരുന്ന ദാസന്മാരും ദാസിമാരും ഇന്നവനെ പരിഹസിക്കുക. എടുത്തിരിക്കുന്ന വാക്യം നോക്കിക്കേ, 16-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല, എൻ്റെ വായ കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വന്നു. ഉത്തരവ് പുറപ്പെടുവിച്ചവൻ ഇന്ന് യാചിക്കുക, എനിക്ക് ഒരല്പം വെള്ളം കൊണ്ടു തരാമോ എന്ന്. ആരോടാ? വേലക്കാരനോട് യാചിക്കുക. നോക്കിയേ, ഒരു മനുഷ്യന്റെ കഷ്ടതയിൽ അവൻ പോയ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ പാപം ചെയ്തിട്ടാണോ? ദൈവത്തെ മറന്നിട്ടാണോ? ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടാണോ? ഇതൊന്നും സംഭവിച്ചതല്ല. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും, എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക്, ഉടപ്പിറന്നവർ എന്ന് പറഞ്ഞാൽ സിബ്ലിക്സിനെ കുറിച്ചാണ് പറയുന്നത്, സഹോദരങ്ങളെ കുറിച്ച്, അവർക്ക് അറപ്പമായിരിക്കുന്നു, പിള്ളേരും എന്നെ നിരസിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? The children also started laughing at me. ഞാൻ നടക്കുന്നത് കാണുമ്പോൾ, എൻ്റെ രൂപം കാണുമ്പോൾ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ വീഴുന്നത് കാണുമ്പോൾ കൊച്ചു കുട്ടികൾ പോലും എന്നെ നോക്കി ചിരിക്കുന്നു. ഓർത്തു നോക്കിക്കേ, ആ മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണമേ സഹോദരങ്ങളെ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവർ എന്നെ കളിയാക്കുന്നു. താഴേക്ക് എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു, എനിക്ക് പ്രിയവരായവർ എനിക്ക് വിരോധികളായി തീർന്നു, എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു, പല്ലിന്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പല്ലെല്ലാം കൊഴിഞ്ഞു പോയെന്ന്. ഈ മോണ മാത്രമേ, ഈ ഗം മാത്രമേ ഉള്ളെന്ന്, പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയി എന്ന്. എന്നിട്ട് ഈ മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്ന 3 കൂട്ടുകാരോട് പറയുക, സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, കൃപ തോന്നണമേ. ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. കാരണം ഈ 3 കൂട്ടുകാരെ കുറിച്ച് നമുക്കറിയാം അല്ലേ? എലിഫാസ്, ബിൽദാദ്, സോഫർ. ഇവർ 3 പേരെ കുറിച്ച് നമുക്കറിയാം. ഇവർ 3 പേരും വന്നിട്ട് ഈ ഇയ്യോബിന്റെ മേൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. കാരണം അവർക്കും ഇതൊന്നും അറിയില്ലല്ലോ. അവർ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ലോകത്തിൽ ആരും അനുഭവിക്കാത്ത കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ അവനോട് പറയുന്നുണ്ട്, നിന്റെ ജീവിതത്തിലെ രഹസ്യപാപങ്ങളാണ് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. പലതും അവരോട് പറയാ, എന്നോട് കരുണ ചെയ്യണം, നിങ്ങൾ കൂടെ എന്നെ വേദനിപ്പിക്കരുത്. താഴേക്ക് എഴുതി വെച്ചിരിക്കുന്നു, അവിടെ എഴുതിക്കുന്നു, ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഞാൻ അവിടെ നിർത്തുകയാണ്. പക്ഷേ ഈ മനുഷ്യന്റെ വിശ്വാസവും പ്രത്യാശയും നിങ്ങൾ നോക്കിക്കേ. 25-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനോട് വിൽപ്പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കും. ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ്റെ പ്രത്യാശ കണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായതുകൊണ്ട്, എന്തുകൊണ്ടാണ് നീതിമാന്മാർ കഷ്ടത അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം ഇയ്യോബിനെ പോലെ നീതിമാനായ ഒരു മനുഷ്യനെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ദൈവം തന്റെ വായ കൊണ്ട് സർട്ടിഫൈ ചെയ്തതാണ് ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അത്ര നീതിമാനായ മനുഷ്യൻ ഈ ഏറ്റവും റിജക്ഷനിൽ, അങ്ങേറ്റം റിജക്റ്റഡായി, ഇത്ര മാത്രം ഡൗൺ ട്രോഡനായി, ഫ്ലോർ ലെവലിൽ കിടക്കുക, ഈവൻ ബിഫോർ ദൻ അവൻ റോക്ക് ബോട്ടമിൽ എത്തിയിരിക്കുക. പക്ഷെ എങ്കിലും അവിടെ കിടന്നുകൊണ്ട്, ഞാൻ ആദ്യം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് അവൻ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുമ്പോഴാണ്. ഒരു മനുഷ്യന്റെ വായിലൂടെ അവന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും അവന്റെ പ്രതീക്ഷകളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള അവന്റെ പദ്ധതികളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴാണ് ഈ വ്യക്തി യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ, സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ, അതോ ഈ വ്യക്തി ഒരു ഭൗമികൻ മാത്രമാണോ എന്നറിയുന്നത്. പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ഒക്കെ ഉണ്ട്, പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും ലക്ഷ്യവും എന്താ? ഇവിടെ ഇതാ, ഈ മനുഷ്യൻ ഈ കഷ്ടതയുടെ അനുഭവത്തിൽ പോയി അവൻ ഒന്നുമില്ല. അവന്റെ വേലക്കാർ അവനെ തള്ളിപ്പറഞ്ഞു, കൂട്ടുകാർ തള്ളിപ്പറഞ്ഞു, ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കളവനില്ലാതായി, അവന്റെ ശരീരം അവന് നഷ്ടപ്പെട്ടു, പല്ല് പോലും നഷ്ടപ്പെട്ടു, വിരൂപനായി തീർന്നു. നമുക്കറിയാം, ചാരം ചുരണ്ടിക്കൊണ്ട് അവൻ അവന്റെ ആ വ്രണത്തിനകത്തിരിക്കുക, അവനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുക.
ഞാൻ ചിന്തിക്കുക, ഏതെങ്കിലും ഡോഗ് ഹൗസിൽ പട്ടിക്കൂടിൻ്റെ അടുത്തെങ്ങാനും കൊണ്ടിട്ട് കാണും. കാരണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈ വീടെല്ലാം സ്മെല്ലെടുക്കും, ഇത് കൊട്ടാരം പോലൊരു വീടാണ്. അതിനകത്ത് കിടന്നിട്ട് അവൻ പറയുക, ഹല്ലേലൂയ, ഈ ത്വക്കെല്ലാം ക്ഷയിച്ചു പോയിട്ട് ദേഹസഹിതനായി ഈ ജീവിതം എൻ്റെ തീർന്നു കഴിയുന്ന ഒരു നിമിഷം വരും, ഞാൻ മരണത്തിലേക്ക് കടക്കുന്ന ഒരു നിമിഷം വരും. അന്ന് എൻ്റെ സൃഷ്ടാവിനെ, എൻ്റെ ദൈവത്തെ ഞാൻ നേരിട്ട് കാണും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ. യു നോ ദിസ്? ഇതാണ് ദൈവത്തിന് പിശാചിന് കാണിച്ചു കൊടുക്കേണ്ടത്. God wanted to show Satan such a man who is living for God. ദൈവത്തെ മാത്രം നോക്കി, ഈ ഭൗമികമായ ഒന്നിനും നോക്കാതെ, എനിക്ക് തന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയട്ടെ. ഈ ഭക്തൻ പറയുന്നുണ്ട്, ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഒന്നിലും അവനൊരു ദോഷവും നിരൂപിച്ചില്ല. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇറ്റ് ഈസ് പോസിബിൾ. When we judge other people, we don't know what is happening in the invisible world. Never judge anybody. Never judge anybody by what you see and hear. നീ ചില കാര്യങ്ങൾ കാണുമ്പോൾ, നീ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നീ വിധിക്കരുത്. നീ അറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, ഭാര്യ വിധിച്ചു, കൂട്ടുകാരെ വിധിച്ചു, നാട്ടുകാരെ വിധിച്ചു, വേലക്കാരെ വിധിച്ചു, പിള്ളേരെ വിധിച്ചു, ലോകം മുഴുവനും യോബിനെ വിധിച്ചു. പക്ഷേ യോബ് തകർന്നു പോയില്ല, തളർന്നു പോയില്ല. കാരണം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ ദൈവത്തെ അറിഞ്ഞിരുന്നു. അവനറിയാം തനിക്കുള്ളതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ കുറച്ചു നാളൂടെ ഞാൻ അനുഭവിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ അനുഭവിക്കുന്നത് നേരത്തെ നഷ്ടപ്പെട്ടു. എനിവേ, ഐ എം നോട്ട് ഗോയിങ് ടു ലിവ് ഫോർ ദിസ്. നിങ്ങൾക്ക് മനസ്സിലായ സഹോദരങ്ങളെ? അതുകൊണ്ട് എന്ത് പറ്റി? ദൈവനെ തള്ളിക്കളഞ്ഞോ? ഇല്ല. അവന് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവന് കൊടുത്തു. ഏറ്റവും അവസാനത്തെ അധ്യായം ഒന്ന് വായിച്ച് ഞാൻ അവിടെ നിർത്തുകയാണ്. യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വന്നേ. യോബിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം. അവിടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് just compare those verses with these verses, you will see exactly double of everything that he had. അവനുണ്ടായിരുന്ന സകലത്തിൻ്റെയും ഡബിൾ അവന് ലഭിച്ചതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. നോക്കിക്കേ, 42-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ തൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആട് കിട്ടി. പണ്ട് എത്ര ആയിരുന്നു അറിയാമോ? 7,000 ആയിരുന്നു. 6,000 ഒട്ടകം, പണ്ട് 3,000 ഉള്ളായിരുന്നു. 1,000 പേർ കാള, പണ്ട് 500 ഉള്ളായിരുന്നു. 1000 പെൺകഴുത, പണ്ട് 500 ഉള്ളായിരുന്നു, ഇപ്പോൾ 1000 അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും പണ്ടുണ്ടായിരുന്നു. ഇപ്പം അവന് 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്ത് ദൈവം വീണ്ടും. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. പിന്നെ അവർ സുന്ദരിമാരായിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 16-ാമത്തെ വാക്യം ഒന്ന് നോക്കി. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഇതാ ഭക്തന്റെ അവസാനം. ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞവൻ ഇതൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് 140 സംവത്സരം ജീവിച്ചെന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം കൈവിടത്തില്ല. ഒരു നീതിമാനി അനുഭവങ്ങൾ ദൈവം കൊടുക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ ദൈവിക പദ്ധതി തൻ്റെ മഹത്വത്തെ ആ വ്യക്തിയിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ ആ വ്യക്തി ആ കഷ്ടത കൊണ്ട് തീരുകയില്ല. അവൻ ആ കഷ്ടതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ അറിയേണ്ടതിന് ദൈവം ആദ്യം ഒരു പുസ്തകം എഴുതിയപ്പോൾ ഇതാ എഴുതി വെച്ചത്. നമ്മൾ മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. അപ്പോൾ കഷ്ടതയിൽ, നീതിയിലുള്ള കഷ്ടതയിലെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ദൈവത്തിൻ്റെ പദ്ധതി. വെൻ ഗോഡ് കംസ് ഡൗൺ ആൻഡ് ടച്ച്, ഐ ടെൽ യു, എവറിതിങ് വിൽ ചേഞ്ച് ഇൻസ്റ്റൻ്റ്ലി. ദൈവം ഇറങ്ങി വന്ന്, ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ഒരു വ്യക്തിയോ ഒരു അനുഭവത്തെയോ ദൈവം തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അതിൻ്റെ അവസ്ഥ മാറും. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ഗാഡ്. The righteous suffers to stand for God's glory. ദൈവമഹത്വത്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്ന ഭക്തന്മാരെ കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ലോകത്തിൽ ആരെങ്കിലും കഷ്ടത ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതറിയില്ല. കാരണം വി ഡോണ്ട് നോ സമ്മൺസ് ഹാർട്ട്, വി ഡോണ്ട് നോ സമ്മൺസ് ലൈഫ്. ഹല്ലേലൂയ. എന്നാലും ഇയ്യോബിനെ പോലെ ജീവിച്ചൊരു വ്യക്തി പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ.
കാരണം കർത്താവ് പറഞ്ഞതുപോലെ നിഷ്കളങ്കനായ മനുഷ്യൻ, ദൈവഭക്തനായ മനുഷ്യൻ, ദോഷം വിട്ടകലുന്ന മനുഷ്യൻ, നേരുള്ള മനുഷ്യൻ. But this could happen to such a person with God's permission. രണ്ടാമത് നമ്മൾ ഇതിനെക്കുറിച്ച് റൈച്ചസ് സഫറിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നീതിമാന്മാരുടെ കഷ്ടതയെക്കുറിച്ച് പഠിക്കുമ്പോൾ, നീതിമാന്മാർ അനുഭവിക്കുന്ന വിവിധ രീതിയിലുള്ള കഷ്ടതകളെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമതൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. There is a suffering that comes because of our faith, because we choose to follow Jesus Christ, and because we live a life differently than others and to stand for the truth. This kind of suffering is not accidental. It comes as a result of obedience. നമ്മൾ കർത്താവിനെ പിൻപറ്റുവാനായിട്ടൊന്ന് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുവാനായിട്ട് നാം തീരുമാനിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിത രീതിയിൽ നിന്ന് വിട്ട് ദൈവവചനം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജീവിത ശൈലിയിലേക്കും ആ പ്രമാണത്തിലേക്കും കടന്നു വന്ന് നമ്മുടെ ജീവിത രീതിയിലും ജീവിത ശൈലിയിലും മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ കഷ്ടത അനുഭവിക്കാനായിട്ട് തുടങ്ങും. മറ്റുള്ളവർ നമ്മളെ റിജക്റ്റ് ചെയ്യും, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കും, മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തും, മറ്റുള്ളവർ നമ്മളെ മാറ്റി നിർത്തും, മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കും, നമ്മുടെ അവകാശങ്ങൾ അവർ നമുക്ക് തരാതിരിക്കും, അവരേതൊക്കെ രീതിയിൽ നമ്മളെ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെയും ഉപദ്രവിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇതൊന്നും ആകസ്മികമായി ഉണ്ടാകുന്ന കഷ്ടതയല്ല, പിന്നെയോ നിന്റെ അനുസരണ മൂലം നീ ചോദിച്ചു വാങ്ങുന്ന കഷ്ടതയാണ്. യു ആർ വില്ലിംഗ് ടു സഫർ. കഷ്ടത അനുഭവിക്കാൻ നീ തയ്യാറാകുക. അതുകൊണ്ട് അനേക ഭക്തന്മാർ സുവിശേഷത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. നമുക്ക് അനേകം മിഷണറിമാരുടെ ജീവിതം നമുക്കറിയാം, അനേക ദൈവഭക്തന്മാരുടെ ജീവിതം നമുക്കറിയാം. കഴിഞ്ഞ നാളുകളിൽ അവർക്കൊക്കെയും പലരും അവസരം കൊടുത്തു, യേശുവിനെ നീ തള്ളിപ്പറഞ്ഞാൽ നിന്നെ കൊല്ലാതെ വിടാം, ഇന്നു മുതൽ നീ സുവിശേഷം നീ പ്രസംഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് പിടിച്ചെടുത്തതൊക്കെ മടക്കിത്തരാം, ഹല്ലേലൂയ, ഇന്നു മുതൽ നീ സുവിശേഷം അറിയിക്കാതെ ഒരു സുവിശേഷകനാകാതിരിക്കാമെങ്കിൽ ഈ നാട്ടിൽ നിനക്ക് താമസിക്കാം. ചില കുടുംബങ്ങളിൽ പറഞ്ഞിട്ടില്ലേ, നീ ഇപ്പൊ ഈ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ വിശ്വാസത്തിൽ നിന്ന് മാറി പഴയ നമ്മുടെ വിശ്വാസത്തിൽ നീ നിൽക്കാമെങ്കിൽ നിനക്കുള്ള ഓഹരിയും പണവും ഒക്കെ തരാം, ഇതിനേക്കാൾ കൂടുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം. ഇതൊക്കെ പറയത്തില്ലേ? അപ്പൊ ഈ കഷ്ടതയുണ്ടല്ലോ, മുമ്പേ പറഞ്ഞതുപോലെ സ്വാഭാവികമായി വന്ന കഷ്ടതയല്ല. നീയും ഞാനും കർത്താവിലുള്ള വിശ്വാസത്തിന് വേണ്ടി ഇതിനേക്കാളൊക്കെ വലുതായി കർത്താവിനെ കണ്ടതുകൊണ്ട് ചോദിച്ചു വാങ്ങുന്ന കഷ്ടതയാണ് അനുസരണത്തിന് വേണ്ടി, യജമാനനെ അനുസരിക്കാൻ വേണ്ടി, കർത്താവിനെ അനുസരിക്കുവാൻ വേണ്ടി ചോദിച്ചു വാങ്ങുന്ന കഷ്ടതയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു വ്യക്തി പാപം ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നു, ഒരു ഭക്തൻ വിശ്വാസത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നു. ഇത് രണ്ടും കഷ്ടതയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടും രണ്ട് കഷ്ടതയാണെന്ന് തിരിച്ചറിയണം. മനസ്സിലായ സഹോദരങ്ങളെ? ദൈവവചനത്തിൽ നിന്ന് മൂന്നാല് ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. For it has been granted to you on behalf of Christ, not only to believe in him but also to suffer for him. കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ കോണം വരം ലഭിച്ചിരിക്കുക നമുക്ക് എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്വർഗം രക്ഷദാനമായി തന്നപ്പോൾ സ്വർഗത്തിന്റെ പാക്കേജാണ് ആ സാൽവേഷൻ പാക്കേജ്. അതിനകത്ത് ഈ ഒരു വരം കൂടെ ചേർത്ത് വെച്ചിരിക്കുക, ഒരു ക്ലോസ് കൂടെ ചേർത്ത് വെച്ചിരിക്കുക. നീ രക്ഷ പ്രാപിക്കുമ്പോൾ അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതിനുവേണ്ടി നീ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കേണ്ടവനാണ്, അനുഭവിക്കേണ്ടവളാണ്. It is a package. It has been granted to us. This grace has been granted to us to suffer for Christ. അവനിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അങ്ങനെയാ വചനം എഴുതിയിരിക്കുന്നത്, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. It has been granted by God, or it is appointed by God. It has been authorized by God and endorsed by God. എന്താണെന്നറിയാമോ? Not only to believe in him but also to suffer for his sake. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ശാന്തമായി ഒന്ന് ചിന്തിച്ച സഹോദര സഹോദരി, നമ്മളൊക്കെ പറയുന്നു കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ വിശ്വാസികളാണ്, ദൈവദാസരാണ്, ദാസിമാരാണെന്ന് പറയുന്നു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടത നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു അസൗകര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ?
അസൗകര്യം ജീവിതത്തിൽ വരാൻ നമ്മൾ അനുവദിക്കുമോ? ദാറ്റ് വിൽ നെവർ വർക്ക് ടുഗെദർ. ദാറ്റ് വിൽ നെവർ വർക്ക് ടുഗെദർ. കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയുമാണെന്ന് നീ പറയുമ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്ന് ചുമക്കാൻ നിനക്ക് കഴിയത്തില്ല. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ നിനക്ക് കഴിയത്തില്ല. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു ചെറിയ നഷ്ടം സഹിക്കാൻ നിനക്ക് തയ്യാറാകത്തില്ല. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചില അസൗകര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ നിനക്ക് തയ്യാറാകുന്നില്ല. തെറ്റിദ്ധാരണയുടെ നടുവിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ പെട്ടെന്ന് നീ വിശ്വാസം പോലും വിട്ടിട്ട് ഓടിപ്പോകുന്നു. ഇവിടെ നോക്കിയ ഈ ഭക്തന്മാർ കഷ്ടതകളിലൂടെ നടന്നു പോയിട്ടും ഹല്ലേലൂയ, ഇയ്യോബ് പറഞ്ഞെന്തോ, ദേഹസഹിതനായി ഞാൻ അവനെ കാണുമെന്നാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വസിക്കുന്നതിന് മുമ്പ് ദൈവഭയത്തിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ ഇത് പറയുവാനുള്ള റെവലേഷൻ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന് പറയുന്ന നിങ്ങളും ഞാനും, കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു എന്ന് പറയുന്ന നിങ്ങളും ഞാനും എവിടെയാ ഇന്ന്? നിസ്സാര കാരണങ്ങൾക്ക് വിശ്വാസം വിട്ടുപോകുന്ന മനുഷ്യരുണ്ട്. അവരാരെങ്കിലും വിശ്വാസികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവരാരും കർത്താവിനെ കണ്ടവരല്ല, കർത്താവിനെ അറിഞ്ഞവരല്ല, ദൈവസഭയുടെ ഭാഗമായവരല്ല. They came for something, they didn't get it and they left. അവർ വേറെന്തിനോ വേണ്ടി വന്നു, അത് കിട്ടാതെ വന്നപ്പോൾ അവർ മടങ്ങിപ്പോയി. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവഭക്തനാണെങ്കിൽ ഹല്ലേലൂയ, അവൻ ചുറ്റുപാടുകളെ നോക്കത്തില്ല. അവൻ്റെ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് ഇയ്യോബ് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരെന്നെ വിട്ടു, എൻ്റെ ഭാര്യ എന്നെ വിട്ടു, എൻ്റെ മക്കളെ എനിക്ക് നഷ്ടമായി, എല്ലാം പോയി. ഞാൻ എവിടെയോ വീടിൽ നിന്നകന്ന് ഒരു ചാരക്കൂനയ്ക്കകത്ത്, ആ ഷീപ്പിനകത്ത് ചാരക്കൂനയ്ക്കകത്ത് ആരുമില്ലാത്തവനായി ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ നോക്കുന്നവർ പരിഹസിക്കുക. കാരണം അവരുടെയൊക്കെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഞാനങ്ങ് ഇല്ലാതായാൽ മതിയായിരുന്നു. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി തീർന്നു. ആ ദൈവദാസൻ പറയുക, കർത്താവേ എന്നെ സൗഖ്യമാക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇതിനൊരു അറിവ് വരാൻ പോവാ, മരണം. അന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും, എൻ്റെ രക്ഷിതാവിനെ കാണും. ഓ, വാട്ട് ആൻ അമേസിങ് കൺവിക്ഷൻ, വാട്ട് ആൻ അമേസിങ് റെവലേഷൻ. ഇവിടെ ഭക്തൻ പറയുക, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുക, ഈ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാൻ കൂടെ നിന്നെ വിളിച്ചതാ. എന്തുകൊണ്ടാണ് നീ കഷ്ടത എന്ന് പറയുമ്പോൾ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടത എന്ന് പറയുമ്പോൾ നീ എന്തുകൊണ്ടാണ് മുഖം ചുളിക്കുന്നത്? 1 പത്രോസിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം, 1 Peter 4:13, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. But rejoice in as much as you are partakers of Christ's sufferings, that when his glory shall be revealed, you may be glad also with exceeding joy. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കുള്ളവരാകും തോറും സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം നീ കഷ്ടതകളിൽ പങ്കുള്ളവരാകുന്നോ, കഷ്ടത കൂടി വരുന്നു, അത്രമാത്രം നിന്റെ സന്തോഷത്തിന്റെ ലെവലും വർദ്ധിക്കുമെന്ന്. അതുകൊണ്ടാണ് കഷ്ടതയ്ക്ക് വേണ്ടി ദൈവഭക്തന്മാർ ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാ ഭക്തൻ ഇങ്ങനെ പാടിയത്, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. എത്ര വലിയ കാഴ്ചപ്പാടാണ് ഭക്തന്മാർക്കുള്ളത്. അവരാരും ബൈബിൾ ഡിഗ്രികൾ ഉണ്ടായിരുന്നവരല്ല, അവരാർക്കും തിയോളജിയിൽ PhD ഉണ്ടായിരുന്നവരല്ല. അവർക്കൊക്കെ ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാട്. അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിന് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്ദയും പരിഹാസവും പീഡനവും അവ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട്, ആ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട്, കർത്താവിൻ്റെ മാർഗത്തിലേക്ക് അവർ കടന്നു വന്നതുകൊണ്ട് ലോകം അവരെ ത്യജിച്ചു. വീട്ടുകാരും നാട്ടുകാരും എല്ലാം ത്യജിച്ചപ്പോൾ ഭക്തന്മാർ പാടിയ പാട്ടുകൾ അതൊക്കെ.
ഇവിടെ പറയുക, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. അതുകൊണ്ട് ദൈവമക്കളെ, നിന്റെ വിശ്വാസത്തിന് വേണ്ടി നീ കഷ്ടതയെ അവോയ്ഡ് ചെയ്യരുത്. ഹല്ലേലൂയ. സൗഭാഗ്യകരമായ കംഫർട്ടബിൾ ആയിരിക്കുന്ന, എല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്കല്ല ദൈവം നിന്നെ ഈ ഭൂമിയിൽ വിളിച്ചത്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ നിന്റെ ഭാവി, ആത്മീക ഭാവി നിനക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം കഷ്ടതയിലൂടെ പണിയപ്പെടേണ്ടതാണ് ഒരു ദൈവഭക്തന്റെ ജീവിതം. അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ ഒത്തിരി സ്നേഹിച്ചു പോകും. നമ്മളല്ലെങ്കിൽ ഈ ലോകത്തിലെ ഭൗമിക സൗഭാഗ്യങ്ങളെ നമ്മൾ സ്നേഹിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവിന്റെ അടുക്കിലേക്കും പിശാച് ലോകഭാഗ്യങ്ങളെ കൊണ്ട്, ലോകത്തിന്റെ മഹത്വത്തെ കൊണ്ട് വന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും യേശു കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് പിശാച് കടന്നു വന്ന് അവൻ ഈ ലോകത്തിന്റെ മോഹങ്ങളാണ് ഓഫർ ചെയ്തത്. അല്ലേ? നീ വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന ലോകത്തിന്റെ മഹത്വത്തെ കാണിച്ചിട്ടാ പറഞ്ഞത്. അല്ലേ? ഇത് തന്നെയായിരുന്നു വിശ്വാസികളെ കാണിച്ചുകൊണ്ട് പിശാച് തെറ്റിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലാണ് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നാം കഷ്ടത അനുഭവിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഒരു ചോദ്യമുണ്ടാകും, ഈ വിശ്വാസത്തിൽ വന്നുകൊണ്ടല്ലേ ഞാൻ നിന്നെ അനുഭവിക്കേണ്ടി വന്നത്? ഈ വിശ്വാസത്തിൽ വന്നുകൊണ്ടല്ലേ എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന പലതും എനിക്ക് നഷ്ടപ്പെട്ടു പോയത്? ഈ വിശ്വാസത്തിൽ വന്നുകൊണ്ടല്ലേ കൂട്ടുകാരനെ വിട്ടുപോയത്, വീട്ടുകാരനെ ഇറക്കി വിട്ടത്, എല്ലാ നാട്ടുകാരും എന്നെ വെറുക്കുന്നത്? മറക്കരുത്. ഹല്ലേലൂയ. അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നു, അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ വരവിൽ ഈ ലോകത്തിലുള്ള പ്രഭുക്കന്മാരും ജ്ഞാനികളും ബലവാന്മാരും രാജാക്കന്മാരും മഹത്തുക്കളും പാറയുടെ ഇടയിൽ ഒളിക്കുവാൻ തക്കോണം ഓടുന്ന ഒരു സമയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. അന്ന് നിനക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ സന്തോഷത്തോടെ, ധൈര്യത്തോടെ, ലജ്ജിക്കാതെ നിനക്ക് നിൽക്കുവാൻ കഴിയും. അവന് വേണ്ടി നീ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി നീ നിന്ന് ചുമക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. അത് തന്നെയല്ലേ 1 യോഹന്നാൻ 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ മുമ്പിൽ ലജ്ജിച്ചു പോകാതെ. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ അപ്പോസ്തലനായ പൗലോസ് താൻ അനുഭവിച്ച കഷ്ടതയുടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. നമ്മളെപ്പോലൊന്നും അല്ലായിരുന്നു ആ ഭക്തൻ. ലോകത്തിൽ അറിവും ജ്ഞാനവും ഉണ്ടായിരുന്നവൻ, പണ്ഡിതനായിരുന്ന മനുഷ്യൻ, താൻ ജീവിച്ചിരുന്ന ആ സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടായിരുന്നവൻ, സമ്പത്തുണ്ടായിരുന്നവൻ, ഇഷ്ടം പോലെ ലോക സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യൻ, അതെല്ലാം ചപ്പെന്നും ചവറെന്നും വേണ്ടി, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു, ചപ്പെന്നും ചവറെന്നും വേണ്ടി ക്രിസ്തുവിനെ അറിയേണ്ടതിന്, അവന്റെ പുനരുത്ഥാന ശക്തി അറിയേണ്ടതിന്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിന്, മരിച്ചവരിൽ നിന്നുള്ളൊരു പുനരുദ്ധാനത്തിന് വേണ്ടി താൻ ആഗ്രഹിച്ച് ഇതിനെയൊക്കെ വിട്ടുകളഞ്ഞ ഒരു ഭക്തനാണ് പൗലോസ്. താൻ വിവാഹം പോലും കഴിക്കാതെ കർത്താവിന് വേണ്ടി മാത്രം താൻ ജീവിച്ചു. ആ ഭക്തൻ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ച് താൻ കടന്നുപോയത്, അത് എഴുതിയിരിക്കുന്നത് താൻ ഇങ്ങനെയൊക്കെ കഷ്ടത അനുഭവിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയല്ല, പിന്നെയോ കഷ്ടത അനുഭവിക്കുന്നവരെ ബലപ്പെടുത്താനാണ് അദ്ദേഹം എഴുതിയത്. എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ? 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 16 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയാതെ 40 അടി 5 വട്ടം കൊണ്ടു. അപ്പം 40 × 5 അല്ലെങ്കിൽ 39 × 5 എത്രയെന്ന് വെച്ചാൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. 3 വട്ടം കോലിനാണ് അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ചെറിയൊരു ഭാഗം എഴുതിയിരിക്കുന്നത്. ഈ ഭക്തനായ ദൈവദാസനോട് ചോദിച്ചേ, ഇതുവല്ലം നിന്നെ ആരും ഏൽപ്പിച്ചതാണെന്നോ? നീ സ്വയം എടുത്ത് തലയെ വെച്ചതല്ലേ? അപ്പോൾ ആ ഭക്തൻ പറയും, അതെ, ഞാൻ സ്വയം വിളിച്ചു വരുത്തിയതായത്, ഞാൻ സ്വയം ഏറ്റെടുത്തതാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കാനാണ് എന്നെ നിങ്ങളെയും വിളിച്ചത്. ഇന്ന് ശാന്തമായി ചിന്തിക്കേ. ആദ്യം ഞാൻ പറഞ്ഞ ചോദ്യം വീണ്ടും നമുക്ക് ബാധകമായ ചോദ്യം. നമ്മൾ ദൈവത്തെ അറിഞ്ഞോ എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്നത്.
നമ്മുടെ സംസാരത്തിലൂടെ വരുന്ന ഈ ആഗ്രഹം. നമുക്ക് 2-3 പേര് കൂടുമ്പോൾ ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, സ്പോർട്സിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, സ്പോർട്സും രാഷ്ട്രീയവും ഒന്നും തെറ്റാന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതാണ് നിറഞ്ഞു പൊങ്ങി വരുന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സ്വർഗീയനല്ല, നീ ഭൗമികൻ തന്നെയാണ്. സ്വർഗോന്മുഖമായ ചിന്തയല്ല നിൻ്റെത്, ഭൗമികമായ ചിന്തയാണിത്. എന്നാൽ എനിക്ക് ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ കർത്താവിൻ്റെ പ്രസാദത്തിന് വേണ്ടി എന്തുകൂടെ എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിയും? ഒരാത്മാവിനെ കൂടെ എങ്കിലും നേടാൻ കഴിയുമോ? ഒരു വ്യക്തിയിലേക്കെങ്കിലും സുവിശേഷം എത്തിക്കുവാൻ കഴിയുമോ? ദൈവസഭയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമോ? മറ്റാരും ചെയ്തില്ലെങ്കിലും, മറ്റെല്ലാവരും എന്നെ പരിഹസിച്ചാലും, എല്ലാം വിടക്കം തണ്ണിയാലും, എനിക്കുള്ളതൊക്കെ നഷ്ടമായി തീർന്നാലും, ഈ ഭക്തന്മാരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. ദൈവം അവരെ മാനിച്ചത്. ഈ കഷ്ടത എന്ന് പറയുന്നത് പാപം കൊണ്ടുവന്ന കഷ്ടതയല്ല. നീതിക്ക് വേണ്ടി അവരെ കഷ്ടത ഏറ്റെടുക്കുക. They chose to suffer. It is not that the suffering has come to them accidentally. No. It was the result of their obedience. ദൈവത്തോടുള്ള അവരുടെ അനുസരണയ്ക്ക് ഫലമായി അവർ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. 2 തീമോത്തി 3:12 2 തീമോത്തി 3:12. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവവും ഉണ്ടാകും. In fact, everyone who wants to live a godly life in Christ Jesus will be persecuted. ഇത് എന്തുകൊണ്ടാണെന്നറിയോ പെർസിക്യൂഷൻ നമുക്കില്ലാത്തത്? നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ അവിടെയും കൂടും ഇവിടെയും കൂടും, വെറുതെ അടി കിട്ടത്തില്ല. ഇവന്മാർ അടിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിൽക്കും നമ്മൾ, അല്ലേ? പിന്നെ വീട്ടിൽ വന്നിട്ട് കർത്താവിനോട് പറയും, കർത്താവെ അടി പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും, അല്ലേ? പക്ഷേ സത്യത്തിന് വേണ്ടി ഒരു വ്യക്തി നിന്ന് അൺകോംപ്രമൈസിംഗ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവൻ ഉപദ്രവം ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാർ ഉപദ്രവിക്കപ്പെട്ടത്, അപ്പോസ്തലന്മാർ ഉപദ്രവിക്കപ്പെട്ടത്, കർത്താവ് ഉപദ്രവിക്കപ്പെട്ടത്. ഇന്നും ഭക്തന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നതിൻ്റെ കാരണം അതാ. ഉപദ്രവിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? എല്ലാത്തിനകത്തും കൊണ്ട് കൈ കൊടുക്കുക. ഇന്നല്ലേ നമ്മൾ കാണുന്നത് ലോകത്ത് മുഴുവനും, അല്ലേ? എല്ലാവരും എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നതിനകത്ത് ആരൊക്കെയാണ് കയറി വരുന്നത്? കാരണം ആരിൽ നിന്ന് ഒരു ഉപദ്രവവും കിട്ടത്തില്ല. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റും. അവരുമെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ? കർത്താവിന് വേണ്ടി നീ നിൽക്കുന്നെങ്കിൽ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നിൻ്റെ കൂടെ നിൽക്കാൻ ആരും കാണില്ല. അദൃശ്യനായ ദൈവം മാത്രം നമ്മുടെ കൂടെ കാണും. ഹല്ലേലൂയ. ഇവിടെ പറയുക, ഇതൊക്കെ നമ്മുടെ ടെസ്റ്റുകളാണ്, ടെസ്റ്റ് ഡോസാണ്, തെളിവുകളാണ്. നമ്മൾ കർത്താവിനോട് കൂടെ ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ അവന് വേണ്ടി ഉപദ്രവം സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. കാരണം ക്രിസ്തുയേശുവിൽ നമ്മൾ ഭക്തിയോടെ ജീവിക്കുന്നുവെങ്കിൽ. സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. The final point I want to say is suffering as a testing or refinement for promotion. നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെ പരിശോധിക്കുന്നതിന് വേണ്ടി, അതുപോലെ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ദൈവം കഷ്ടത അനുഭവിക്കും. ഇത് ആദ്യത്തെ കഷ്ടതയല്ല. കറക്ഷന് വേണ്ടിയുള്ള കഷ്ടതയും ഡിസിപ്ലിന് വേണ്ടിയുള്ള കഷ്ടത അത് വേറെയാണ്. അത് വഴിതെറ്റിപ്പോകുന്നവനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. കാരണം ദൈവം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവം അവനെ കരുതുന്നത് കൊണ്ട്. ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുമ്പോൾ അവൻ ദൈവത്തോട് നിലവിളിക്കും. ഇസ്രായേലിനെ എത്രയോ തവണ മടക്കി കൊണ്ടുവന്ന് അങ്ങനെയല്ലേ കഷ്ടതയുടെ നടുവിൽ അവർ നിലവിളിച്ചു. ദൈവവചനത്തിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പക്ഷേ അതല്ല. ഇതെന്താണെന്നറിയാമോ? റിഫൈൻമെൻറ്റ്, ടെസ്റ്റിങ്. ഭക്തരായ മനുഷ്യരുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ടെസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ഭക്തരായവരുടെ ജീവിതത്തിൽ ചില ടെസ്റ്റുകൾ കൊടുക്കുകയാണ്. എന്തെന്നറിയാമോ? അവരെ കുറേ കൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, കുറേ കൂടെ പ്യൂരിഫൈ ചെയ്യുവാൻ. കാരണം എന്തെന്നറിയാമോ? ഗോഡ് വാണ്ട്സ് ടു പ്രൊമോട്ട് ദം ടു അനദർ ലെവൽ. ഹല്ലേലൂയ. വി നോ ദാറ്റ് വിതൗട്ട് ടെസ്റ്റ് ദർ ഇസ് നോ പ്രൊമോഷൻ. ടെസ്റ്റ് ഇല്ലെങ്കിൽ പ്രൊമോഷൻ ഇല്ല. എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറിയാലും ജോലിക്കകത്ത് പ്രൊമോഷനും കിട്ടണമെങ്കിൽ നമ്മൾ ടെസ്റ്റുകൾ പാസ്സാവണം. ആത്മീയ ജീവിതത്തിലും അത് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ചില തെളിവുകൾ, ദൈവവചനത്തിൽ 1-2 ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് ഞാനതൊന്ന് പറഞ്ഞിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ട്രയൽ പ്രൊഡ്യൂസ് പെർസിവറൻസ് ആൻഡ് മച്യൂരിറ്റി. ഇങ്ങനെയുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ ആത്മീക പക്വതയിലേക്ക് വഴി നടത്തും. പണ്ടൊക്കെ നമ്മൾ ബാലിഷ്യമായിരുന്നു, ചൈൽഡിഷ് ആയിരുന്നു, നമ്മുടെ ബിഹേവിയർ ചൈൽഡിഷ് ആയിരുന്നു, തൊട്ടാവാടിയുടെ കൂട്ടാവുന്ന ആളായിരുന്നു നമ്മൾ പണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ നമ്മളെ നടത്തിയപ്പോൾ നമ്മൾ പക്വതയുള്ളവരായി തീർന്നു, ആത്മീയ പക്വത പ്രാപിച്ചു. അതല്ലേ? പണ്ട് നമ്മൾ പെട്ടെന്ന് കോപിക്കുമായിരുന്നല്ലേ? പെട്ടെന്ന് നമ്മൾ അപ്സെറ്റ് ആവുമായിരുന്നു,
പെട്ടെന്ന് നമ്മൾ ഡിഫെൻഡ് ചെയ്യുമായിരുന്നു പെട്ടെന്ന്. എന്നാൽ ഇന്ന് അങ്ങനല്ല. വി വെയിറ്റ് ഫോർ എ മൊമെന്റ്. കാരണം നമ്മളെന്താണെന്നറിയാമോ, പക്വതയായി. നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കി ഒരാളെ പെൻസിൽ വേറൊരാൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയും നടക്കും അല്ലേ. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരാളൊരു പെൻസിൽ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ, ഞാൻ എന്താ വിചാരിക്കുന്നത്, ഒരു പെൻസിലല്ലേ കൊണ്ടുപോകട്ടെന്ന് വിചാരിക്കും. പക്വതയിലേക്ക് വന്നു. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളെടുത്ത് പറയുക. ഈ വരുമ്പോൾ, ഈ ട്രയൽസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, that increase, God is increasing our perseverance, the level, the power of perseverance. At the same time he brings us into a maturity. ഒരു പക്വതയിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം, പക്വത വന്ന് ഒരു ഭക്തന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് വ്യത്യസ്തമായ ചുമതലകളാണ്. ആ പക്വതയിലേക്ക് നടത്തുന്നു. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനം എഴുതിയത് ആർക്ക് വേണ്ടി എന്നറിയാമോ? എബ്രായ ക്രിസ്ത്യൻസിന് വേണ്ടി എഴുതിയതാ, യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാ. അവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്കായതുകൊണ്ട് നമുക്കെന്നല്ല, ഇത് ദൈവസഭയ്ക്ക് വേണ്ടി തന്നിരിക്കുക, നമുക്കൂടെ എഴുതിയിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ. വായിരിക്കുന്ന നോക്കിയേ, എൻ്റെ സഹോദരന്മാരെ, ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാവട്ടെ. ആ പക്വതയിലേക്ക് കൊണ്ടുവരികയാണ്. കൺസിഡർ ഇറ്റ് ഓൾ പ്യുവർ ജോയ്. എന്തിനാണെന്നറിയാമോ? നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ടെസ്റ്റ് എഴുതുമ്പോൾ, പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ ചില കുഞ്ഞുങ്ങൾ വളരെ മ്ലാനം, എക്സാം. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ്. പക്ഷെ ചിലർക്ക് എക്സാം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ? ദേ ഗോ ടു അനദർ ലെവൽ. 1-ാം ക്ലാസ്സിൽ ടെസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ 2-ാം ക്ലാസ്സിൽ വരത്തില്ലായിരുന്നു അല്ലേ? 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് പറയാമെന്ന് വെച്ചാൽ, എനിക്ക് ടെസ്റ്റ് വേണ്ട, എക്സാം വരുന്ന സമയത്ത് അസുഖം വരുക എന്ന് പറഞ്ഞു എക്സാം എഴുതുന്നില്ലെന്ന് വെച്ചു. Can you ever imagine, even if 10 years go, and if this child is not willing to write the exam, he will still be in year 5. ശരിയല്ലേ? ടീച്ചേഴ്സ് പറയും, it is your choice. You want to write the exam and get passed, you will go to 6. If you don't want to write exam, stay where you are. അതായത് ആത്മീയ ജീവിതത്തിൽ അനേകർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം. ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ചെറിയ ചെറിയ ടെസ്റ്റുകൾ, അത് ടെസ്റ്റുകളാണ് കേട്ടോ, അല്ലാതെ അസുഖം അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ ടെസ്റ്റുകൾ നമ്മുടെ ഈഗോയെ ടച്ച് ചെയ്യുന്നത്, നമ്മുടെ വില്ലിനെ ടച്ച് ചെയ്യുന്നത്, നമ്മുടെ സർക്കംസ്റ്റാൻസിനെ ടച്ച് ചെയ്യുന്നത്, നമ്മളെ ചിലപ്പോൾ അപ്സെറ്റ് ചെയ്യുന്നത്, നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇറ്റ് ഇൻക്രീസ് അവർ ലെവൽ ഓഫ് പെർസിവറൻസ്. നമ്മുടെ ക്ഷമ വളരും, നമ്മുടെ പക്വത വർദ്ധിക്കും. കാരണം ഇത് ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ തളരത്തില്ല. കാരണം നമ്മൾ അതിലൂടെ ഒന്ന് കടന്നുപോയി. എനിക്ക് നല്ലൊരു സ്റ്റോറി പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് ടൈമില്ല, ടൈം ഒത്തിരി പോയി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇതോർത്ത് ദൈവത്തിന് നന്ദി പറയും. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം നമ്മൾ അപ്സെറ്റ് ആകും. പക്ഷേ ആ 1-2 അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പിന്നീട് നമ്മൾ ഒരിക്കലും അപ്സെറ്റ് ആകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം അതിലൂടെ നമ്മളെ തഴക്കവും പഴക്കവും ഉള്ളവരാക്കി മാറ്റി. ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വളരും. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 Peter chapter 1 verse 5 to 7. ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. വി ഹാവ് ബീൻ കോൾഡ് ഫോർ എ സ്പെസിഫിക് ഗിഫ്റ്റ്. കർത്താവ് ഒരു വലിയ സമ്മാനമാണ് നമുക്ക് തന്നത്. എന്താണെന്നറിയാമോ? an inheritance incorruptible, undefiled, and that fade not away, reserved in heaven for you. സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. മറ്റാർക്കും അവിടെ എത്താനൊക്കത്തില്ല. എന്താണെന്നറിയാം, അവിടെ മറ്റാർക്കും ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെ, റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡിനൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടെ, നമ്മൾ പറയുകയെന്ന് വെച്ചാൽ അവിടെ വിളിച്ചിട്ട് പറയുക, ഒരു 4 സീറ്റ് 8 o'clock, ഈവനിങ് 8 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ടേബിൾ ബുക്ക് ചെയ്യും വിത്ത് 4 seats. 4 സീറ്റുള്ള ഒരു ടേബിൾ അവർ ബുക്ക് ചെയ്യും. അവിടെ ഒരു ബോർഡ്, ഒരു ചെറിയൊരു സൈൻ വെച്ചിരിക്കും. എന്താണെന്നറിയാമോ? റിസർവ്ഡ്.
ആരെങ്കിലും അവിടെ വന്നിട്ട് ഇത് ഫ്രീ ആയിട്ടിരിക്കാന്ന് കയറി ഇരിക്കുമ്പോൾ പറയും നോ 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 ദിസ് ഈസ് റിസർവ്ഡ്. സ്വർഗത്തിൽ നമുക്ക് റിസർവേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ പേരിൽ കർത്താവ് റിസർവ് ചെയ്തിരിക്കുക. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ നീ എത്തണമെന്നുണ്ടെങ്കിൽ, അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നിന്നെ പക്വതയിലേക്ക് ദൈവം വളർത്തിയെടുക്കുകയാണ്. അവിടെ നോക്കിക്കേ, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, ആ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അതിന് ക്ഷയമില്ല. ക്ഷയമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇൻകറപ്റ്റബിളാ. ഈ ഭൂമിയിലുള്ളതിനൊക്കെ ക്ഷയമുണ്ട്. ക്ഷയമെന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകുന്നത്, ഡീക്കേ ആകുന്നത്, നഷ്ടപ്പെടുന്നത്. ഒരു 20 yearsന് മുമ്പ് ഞാൻ എങ്ങനെ ഇരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? 30 yearsന് മുമ്പ് ഐ വാസ് നോട്ട് ലൈക്ക് വാട്ട് ഐ ആം ടുഡേ. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ 80 years 90 yearsലുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിയക്കന്മാരെയും ഒക്കെ നോക്കിക്കേ, അവരുടെ പഴയ ഫോട്ടോസൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കേ. കാരണം എന്തെന്നറിയാമോ? ഈ വർഷങ്ങൾ കൊണ്ട് അവർ ക്ഷയിച്ചു പോയി. ഈ ഭൂമിയിലുള്ളതൊക്കെ ക്ഷയിച്ചു പോകും. അത് സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, എല്ലാം ക്ഷയിച്ചു പോകും. പക്ഷെ സ്വർഗത്തിൽ കർത്താവ് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത്, ഈ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠമേറിയ സ്വർഗീയ ഭാഗ്യമുണ്ടല്ലോ, അത് ക്ഷയിച്ചു പോകത്തില്ല. അത് millions of years അതുപോലെ തന്നെ നിൽക്കും. അത് മാത്രമല്ല, വചനം പറയുന്നത് ഫ്രം വൺ ലെവൽ ഓഫ് ഗ്ലോറി ടു അനദർ, അതിന്റെ ഗ്ലോറി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൽ ക്ഷയമില്ല, മാലിന്യമില്ല, അത് പ്യുവറാണ്. ഈ ലോകത്തിലുള്ളതൊക്കെ മാലിന്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാലിന്യമാണ്, കുടിക്കുന്ന വെള്ളം മാലിന്യമാണ്, ഇരിക്കുന്ന ചേറെ മാലിന്യമാണ്, ശ്വസിക്കുന്ന വായു മാലിന്യമാണ്. മാലിന്യമില്ലാത്തത് എന്തുകൊണ്ട്? ഡിഫൈൽഡ് അല്ലാത്തത് ഈ ലോകത്തിൽ എന്തുകൊണ്ട്? എല്ലാം മാലിന്യമാണ്. പക്ഷെ സ്വർഗത്തിലുള്ളത് അൺഡിഫൈൽഡ് ആണ്, പ്യുവറാണ്. വാട്ടം എന്ന് പറഞ്ഞാൽ ഫെയ്ഡ്. നോക്കിയേ, വെളിയിലൊരു പൂവ്, ഒരു റോസ് ഫ്ലവർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്ലവർ എടുത്ത് നോക്കിയേ. നമ്മൾ ആഗ്രഹിക്കും ഇത് കുറേ കാലം നിന്നായിരുന്നത് നല്ലതായിരുന്നു. പക്ഷെ നിൽക്കുമോ അങ്ങനെ? നമ്മുടെ മുഖം ഒന്ന് കണ്ണാടിക്കകത്ത് നോക്കി. ഈ 17, 18, 19, 20 years ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഇപ്പോഴത്തെ മുഖം വേണമെങ്കിൽ പിക്ചറൊക്കെ എടുത്ത് വെച്ചോണം. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും, ഈ ഗ്ലാമറൊക്കെ അങ്ങ് പോകും. നമ്മൾ ആഗ്രഹിക്കും ഈ ഗ്ലാമർ എന്നും ഒന്ന് നിന്നായിരുന്നത് നല്ലതായിരുന്നെന്ന്. പക്ഷെ അങ്ങനെ നിൽക്കത്തില്ല, ഇത് ഫെയ്ഡ് ആകും. പക്ഷെ സ്വർഗത്തിലുള്ളത് ഫെയ്ഡ് ആവത്തില്ല. ഇനിയുമാ പറയുന്നത്, അത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതയിലൂടെ വളർന്നേ പറ്റൂ. ഈ ലോകത്തിലെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ കഷ്ടം സഹിച്ചേ പറ്റൂ. ശ്രദ്ധിച്ചേ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി, ഇൻഹെറിറ്റൻസിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ റീജനറേഷൻ നമ്മൾ നടന്നിരിക്കുന്നു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കണമെന്ന്. ഏതില്? ഈ ശ്രേഷ്ഠമേറിയ അവകാശം നമുക്ക് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ എനിക്കത് കരുതിയിരിക്കുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും മുമ്പ് ഇയ്യോബ് പറഞ്ഞ പോലെ ദേഹസഹിതനായി ഞാൻ അവരെ കാണും. അതുപോലെ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും ആ അവകാശത്തിൽ എനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നിടത്ത് ഞാൻ എത്തും. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധനിച്ച് കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, ആ മഹത്വ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി നിങ്ങൾ കാണുവാനിട വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഫെയ്ത്ത് റിഫൈൻഡ് ലൈക്ക് ഗോൾഡ്, സ്വർണം പോലെ, പൊന്നുപോലെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചെടുക്കുവാൻ ചില കഷ്ടതകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ദ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ് സഫറിങ്. ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ കൂട്ടാളികളായി നമ്മൾ മാറുവാൻ ദൈവം കഷ്ടത നമുക്ക് അനുവദിക്കും. വചനത്തിൽ നിന്ന് കൊലോസ്യ ലേഖനം 1:24 പൗലോസ് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇത് പലർക്കും വായിച്ചാൽ മനസ്സിലാകാത്ത ഒരിതാണ്. ഞാനത് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളടുത്ത് പറയാം. ഇംഗ്ലീഷിൽ ആദ്യം ഒന്ന് പറയട്ടെ. ക്രൈസ്റ്റ് ഹാസ്, ശ്രദ്ധിച്ച് കേൾക്കണമേ, ക്രൈസ്റ്റ് ഹാസ് സഫേർഡ് ഫോർ ദ റിഡംഷൻ ഓഫ് ഹ്യൂമാനിറ്റി. When we suffer for the gospel, we share the suffering of our Lord in the redemptive work of Christ, in the sense that we become an instrument bringing someone to salvation. ഇത്
നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൗലോസ് താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെയും കർത്താവ് കാൽവരി ക്രൂശിൽ അനുഭവിച്ച കഷ്ടങ്ങളുടെ തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മോർ ഫുൾഫിൽമെൻ്റായി അതിനോടുകൂടി ആഡപ്പ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? കർത്താവ് എന്തിനു വേണ്ടിയാണ് കഷ്ടത അനുഭവിച്ചത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? നമ്മുടെ റിഡംഷന് വേണ്ടിയല്ലേ? ലോകത്തിൻ്റെ വിടുതലിന് വേണ്ടിയല്ലേ കർത്താവ് കഷ്ടത അനുഭവിച്ചത്? നമ്മൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ രക്ഷ നമ്മൾ മൂലം വേറൊരിലേക്ക് പകരപ്പെടുക. അപ്പോൾ കർത്താവ് അനുഭവിച്ച കഷ്ടതയിൽ നമ്മൾ പങ്കാളികളായിത്തീരുക. ആ കഷ്ടത നമ്മളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആ കഷ്ടതയുടെ ഭാഗമായി നമ്മളും കഷ്ടത അനുഭവിക്കുമ്പോൾ ഈ ലോകം രക്ഷയിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോൾ കർത്താവിൻ്റെ റിഡംറ്റീവ് വർക്കിൻ്റെ പാർട്ടിസിപ്പൻസായിട്ട് നമ്മൾ മാറുകയാണ്. കർത്താവ് ക്രൂശിൽ അനുഭവിച്ച കഷ്ടത, കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്നുള്ളത്, നമ്മൾ മറ്റൊരാളെ രക്ഷിച്ചു എന്നുള്ളതല്ല അർത്ഥം. വി ക്യാനോട്ട് സേവ് സംബഡി. പക്ഷേ എന്താ സംഭവിക്കുന്നത്? വി ബിക്കം എ ചാനൽ ഫോർ സാൽവേഷൻ. കർത്താവിൻ്റെ രക്ഷ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ചാനലായി നമ്മൾ മാറി. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ അവൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ പൂരിപ്പിക്കുക. ഇതാരും തെറ്റിദ്ധരിക്കരുത്. ഇതിനകത്തൊരു തിയോളജിക്കൽ ഡിബേറ്റ് ഉണ്ട്. ചിലർ ഈ വചനം എടുത്തിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ കഷ്ടത എന്ന് പറഞ്ഞാൽ സകലതും നിവർത്തി ചെയ്താ, ഫുൾ വർക്ക് ഈസ് ഡൺ, പിന്നെ എങ്ങനെയാണ് പൗലോസ് പറയുന്നത് അതിൻ്റെ ബാക്കിയാണ്? ആ അർത്ഥത്തിലല്ല ഇത് എടുക്കേണ്ടത്. അതെടുക്കേണ്ടത് ഈ അർത്ഥത്തിലാണ്, കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഇനി അതിനകത്ത് വേറൊരാളെ കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഇവിടെ പൗലോസ് പറഞ്ഞത്? ഞാൻ കഷ്ടം അനുഭവിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ രക്ഷ മറ്റൊരാളിലേക്ക് എത്തുവാൻ, ലോകത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞാനൊരു ഉപകരണമായി മാറി, ഞാനൊരു ചാനലായി മാറി. അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ ആ റിഡംറ്റീവ്, ആ രക്ഷാപൂർണമായ മഹത്വമേറിയ വേലയ്ക്ക് ഞാനും പങ്കാളിയായി തീർന്നു. ആ കഷ്ടതയ്ക്ക് ഞാൻ പങ്കാളിയായി തീർന്നു എന്നാ വാക്യത്തിൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇത്രയൊക്കെ നമ്മൾ കേട്ടല്ലോ. ഇതിലേത് ഭാഗത്തിൽ നമ്മൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി? ക്രിസ്തീയ ജീവിതം കഷ്ടത അനുഭവിക്കേണ്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കർത്താവിന് വേണ്ടി അസൗകര്യങ്ങൾ ഏൽക്കേണ്ട ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം നിന്ദയും പരിഹാസവും കർത്താവിന് വേണ്ടി സഹിക്കേണ്ട ജീവിതമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, ക്രിസ്തുവിനോടുള്ള അവകാശം, കൂട്ടവകാശം എനിക്ക് വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇതിനായിട്ട് സഹായിക്കട്ടെ. ശ്രേഷ്ഠമേറിയ ഈ വലിയ മർമ്മങ്ങളിലേക്ക് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ഈ ലോക ജീവിതം തീരുന്നതിന് മുമ്പേ ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ തക്കവണ്ണം എനിക്കും കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.